ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മസ്കറ്റിൽ വന്നിട്ട് നമ്മളങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ചേട്ടനാകെ കൂടി ഫ്രൈഡേ ആണ് ഓഫുള്ളത്. അപ്പോൾ ആ ഫ്രൈഡേയ്സിലാണ് നമ്മൾ കൂടുതലും ഔട്ടിങ്ങൊക്കെ പോകാറുള്ളത്. അപ്പം അങ്ങനെ ഒരു ഫ്രൈഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് ഇവിടെ അടുത്തുള്ളൊരു മോള് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്ന്. അപ്പം മോൾ ഓഫ് ഒമാനിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, ചേട്ടനും ഫസ്റ്റ് ടൈമാണ്. കാരണം ചേട്ടനും ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ വന്നപ്പോഴാണ് പിന്നെ ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്, അതായത് മോളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലേ ബേബിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൾക്ക് ഇപ്പോൾ റാഗിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒക്കെ കൊടുത്ത് പിന്നെ ഫീഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. ഇനിയിപ്പം എന്തായാലും തിരിച്ചു പോയിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവൾ വേറെ ഒന്നും അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഫീഡിങ് മാത്രമാണ് പോസിബിളായിട്ടുള്ളൂ. അപ്പോൾ അവൾ അലമ്പുണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഉറക്കം വരുമ്പോഴുള്ളൊരു വാശിയുണ്ട്, അതല്ലാതെ ആൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മോളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പം നമ്മൾ മോളെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് പിന്നെ മോളുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ആക്ച്വലി ഫ്രണ്ട് ഭാഗം ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് പിന്നെ കിട്ടിയൊരു എൻട്രൻസിൽ കൂടെ അങ്ങോട്ട് കടക്കണുണ്ടായത്. കാരണം ബേബീനെ എടുത്തിട്ട് കുറേ തിരിഞ്ഞ് നടന്നു വരാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് നമ്മൾ കയറാൻ പറ്റിയ വഴി കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും അതുപോലെ കുറേ ആൾക്കാർ മോളിലുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പേരെയൊന്നും മസ്കറ്റിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അങ്ങനെ ഞാൻ അധികം ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടു കേട്ടോ. അപ്പം ഇവിടുത്തുകാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറേ പേരെ കണ്ടു. ദെൻ പിന്നെ ഇവിടെ സ്നോ വേൾഡൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ളത്. നമ്മുടെ ലേ ബേബി പിന്നെ ചെറുതായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്നിട്ട് ഒരു സൈഡ് പിടിച്ചിട്ട് അവിടെ നിന്ന് കണ്ടു കേട്ടോ. അപ്പം ലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ലൈറ്റിങ്ങും നിറച്ച ആൾക്കാരും പിന്നെ എവിടേക്ക് തിരിഞ്ഞാലും നിറച്ച് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, വാശി ഓളി ബഹളമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഉറക്കം വന്നിട്ടാണ്. പക്ഷെ എന്നാലും ആൾക്ക് ഉറങ്ങും വേണം, കാഴ്ചകൾ കാണും വേണം. അങ്ങനെ ഒരു ഇതിലാണ് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് മോൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. പർച്ചേസിംഗ് ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം അതിനുള്ളൊരു എന്താ പറയുക ഇതില്ല നമുക്കിപ്പോൾ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എല്ലാം കണ്ട് ഒന്ന് എന്താ പറയുക ടോട്ടലി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം, നടന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. സോ നടന്ന് അത്യാവശ്യം നടക്കാനുണ്ട്, അത്യാവശ്യം കാണാനുണ്ട്, അതുപോലെ ഒരുപാട് സ്റ്റോറുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് നമ്മൾ ഒരു വഴിയാകുമ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിക്കാം. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞുണ്ണികളൊക്കെ അതുപോലെ സ്ട്രോളറിൽ എത്തിയിട്ടാണ് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ അവർ കംഫർട്ടബിൾ ആവും കൂടെ വേണം കേട്ടോ. നമ്മുടെ ലൈക്കോട്ടന് ഇതുവരെ കയ്യിലൊന്നും ഇരുന്ന് ശീലിക്കാത്തതുകൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഇരിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കൽ തന്നെയാണ്. പിന്നെ അവളെ ഇരുത്താനായിട്ടൊരു ക്യാരി ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ വീഡിയോയിൽ അവളെ ഞാൻ ആ ബാഗിൽ ക്യാരി ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാഗിൽ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ അവളിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇടഞ്ഞു തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മളത് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എടുക്കുക തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഉടുപ്പ് ലേക്കോട്ടൻ്റെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ലേക്കോട്ടൻ്റെ ഹാഫ് ബർത്ത്ഡേക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും കൊടുത്തതാണ് കേട്ടോ പാലിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് അവൾ ഇടിപ്പിച്ചിട്ട് നല്ല രസമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളൊന്ന് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിററുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മിനിസോയിൽ കയറിയ പിന്നെ അറിയാമല്ലോ അവളെക്കാളും ഭ്രാന്തി എനിക്കാണ്. കാരണം ഇഷ്ടം പോലെ സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു, പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇതൊക്കെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണം പ്രായമാകുമ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ തൊട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അവൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രകടിപ്പിക്കാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു. പുള്ളിക്കാരി അവിടെ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം പല കളറിലുള്ള ടോയ്സൊക്കെ കാണല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം അങ്ങനെയുള്ള രീതിയിൽ അവളിങ്ങനെ പറയലും അല്ലെങ്കിൽ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണ സ്റ്റേജൊന്നും ആവാത്തത് കൊണ്ട് നമുക്കിപ്പോൾ സമാധാനമാണ്. എടുത്തുകൊണ്ടോ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ നോക്കി. നമ്മുടെ ലേക്കോട്ടനാണെങ്കിൽ അത്യാവശ്യം മുടിയുള്ളതുകൊണ്ട് തന്നെ മുടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് നോക്കി അവിടെ വെച്ചു. അപ്പോൾ ലേക്കോട്ടന് പറഞ്ഞ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു സ്ലൈഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാനത് എടുക്കാൻ നോക്കി. പിന്നെ അപാര റേറ്റാണ് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
എവിടെ പോയാലും പിന്നെ മലയാളികളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മലയാളികൾക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ. മാളിലും നമ്മൾ ഇഷ്ടം പോലെ മലയാളികളെ കണ്ടു. കുറേ പേരെ നമ്മൾ മീറ്റ് ചെയ്തു. കാരണം നമ്മുടെ ലേക്കുട്ടൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ അവളേക്കാൾ ഒരു വയസ്സൊക്കെ ആയി 2 വയസ്സൊക്കെ ആയിട്ടുള്ള കൊച്ചുങ്ങളെയൊക്കെ എടുത്തിട്ട് പാരൻസ് വരുമ്പോൾ ലേക്കുട്ടനെ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് വരുമ്പോൾ മലയാളികളാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ച് അവരായിട്ട് എന്താ പറയുക ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ നമ്മുടെ പോയി. ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് മലയാളികൾ കണ്ടിട്ട് അവരായിട്ട് ഒന്ന് ഇൻട്രാക്റ്റ് ആവാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷോപ്പിൽ കയറി. വെറുതെ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല, വെറുതെ നമ്മളെല്ലാം ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അവിടെ കൺസീലർ അതുപോലെ ലിപ് ഗ്ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം എടുത്തു നോക്കി. അവിടെ അങ്ങനെ തന്നെ വെച്ചു. ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലൈക്കോട്ടൻ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഞാൻ ഓരോന്ന് തുറക്കണത് നോക്കി നിൽക്കാതെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാനതെല്ലാം എടുത്ത് നോക്കിയിട്ട് അവിടെ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഹൈപ്പർ മാക്സിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ലേക്കൂട്ടിന് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. കാരണം അവൾക്ക് ഇവിടെ വന്നതിന് ശേഷം സോക്സ് നമ്മൾ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ അവളെ സൈസിനെ പറ്റിയ സോക്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാനാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേക്കൂട്ടിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണം. നമ്മൾ കഴിക്കണത് ഷവർമ്മയൊക്കെയാണ്. അതൊക്കെ ലൈക്കൂട്ടറിന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് പാടില്ലല്ലോ, ജങ്ക് ഫുഡല്ലേ. അപ്പം ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന ടൈമിൽ അവിടെ ഒരു ഡേറ്റ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോറിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു ഒരു ഇക്ക, മലയാളിയാണ്. ആളപ്പോൾ 2 ഡേറ്റ്സ് എടുത്ത് തന്നിട്ട് പറഞ്ഞു ബേബിക്ക് കൊടുത്തു പറഞ്ഞു. ബട്ട് ഡേറ്റ്സ് കുറച്ച് ശേഷം ഞാൻ അവൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാനത് അവൾക്ക് കൊടുത്തപ്പോൾ വിശന്നിട്ടാണ് തോന്നുന്നു, ആളത് കഴിച്ചു. പിന്നെ ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവളതൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടുന്ന് നേരെ നമ്മൾ പിന്നെ പള്ളിയിലോട്ടാണ് പോയത്. പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.